ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗവർണർ എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് ആൾക്കാർക്കുള്ള ഒരു വൈമുഖ്യത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ പേരിലൊക്കെ തന്നെ ഇദ്ദേഹത്തിനെ ആക്രമിക്കുകയാണ്. അത് രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുന്നു, വളരെ മോശമായിട്ട് വ്യക്തിപരമായിട്ട് ആൾക്കാരെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമായിട്ടാണ് ഈ പറയുന്നത് ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റിനെ പോലെ പെരുമാറുന്നു എന്നൊക്കെ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും നയങ്ങളെ, നടപടികളെ, പ്രധാനമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞ് ഒക്കെ തന്നെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ അത് ഇതാ കണ്ടില്ലേ, അദ്ദേഹം ഇതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റ് മാത്രമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നു. നമ്മൾ ഈ ഭരണഘടനാ അസംബ്ലിയുടെ തത്വങ്ങൾ, അന്നത്തെ ഡിബേറ്റുകൾ, എന്തുകൊണ്ടാണ് ഗവർണർ എന്നുള്ള ഒരു പദവി ഉണ്ടായത്, ഗവർണറുടെ ധർമ്മം എന്താണ്, എന്തുകൊണ്ടാണ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒന്ന് പരിശോധിക്കണം. അപ്പോൾ ഇന്ന് പറയുന്നത് ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റ് ആണ് എന്ന് പറയുമ്പോൾ അന്നുണ്ടായിരുന്ന ചർച്ചകളിൽ ഉണ്ടായിരുന്ന ഒരു എസൻസ് എന്ന് പറഞ്ഞാൽ ഗവർണർ ഈസ് നോട്ട് മിയർലി എൻ ഏജന്റ്, ഹീസ് എൻ ഏജൻസി ഓഫ് ദ സെന്റർ ഇൻ സ്റ്റേറ്റ്സ് എന്നാണ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി ആയിട്ട് ഗവർണർ പ്രവർത്തിക്കണം എന്ന രീതിയിൽ തന്നെയാണ് ആ പൊസിഷനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതല്ലാതെ സർക്കാർ പാസ്സാക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വെറുതെ ഒപ്പിടുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതലയെങ്കിൽ എന്തിനാണ് ഈ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഗവർണർ പദവി എങ്ങനെയായിരിക്കണം എന്ന് വിഭാവനം ചെയ്യുന്നത്, ഇത്രത്തോളം ഇരുന്ന് ആലോചനകൾ നടത്തുന്നത്, അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്താണെന്ന് പരിശോധിക്കുന്നത്, അദ്ദേഹത്തിന് എന്തൊക്കെ ഡിസ്ക്രിഷണറി പവർ ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ പിന്നീട് എന്തിനാണ് നമ്മൾ ഈ പറയുന്ന നെഹ്റുവിനെ പോലെയുള്ള, അംബേദ്കറെ പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ പിന്നീട് ചിന്തിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇനി രണ്ട്, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നത്. ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാർ തന്നെ ഭരണഘടനാ അസംബ്ലി തയ്യാറാക്കിയിരിക്കുന്ന ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഗവർണർ എന്ന് പറയുന്ന പദവി തന്നെ ഇല്ലാതെയാക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ തന്നെ എടുത്തു കളയണം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയിൽ തന്നെയുള്ള ആൾക്കാരുടെ മതവിശ്വാസ സ്വാതന്ത്ര്യങ്ങളെ മാനിക്കാത്ത ആൾക്കാർ പിന്നീട് എന്തിന്റെ പേരിലാണ് ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങളെ മെറിറ്റിന്റെ പേരിൽ നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്താൽ അത് മനസ്സിലാക്കാം. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, ഇവിടുത്തെ സാഹചര്യം എന്താണ്, ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സാഹചര്യം എന്താണ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അത് അർഹിക്കുന്നുണ്ടോ, ന്യായമായ രീതിയിലുള്ള പ്രതിഷേധം നടത്താനുള്ള അവകാശം ആൾക്കാർക്കില്ലേ, ഈ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വേണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മെറിറ്റ് ഉപയോഗിച്ച് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ. ഇവിടെ ആ രീതിയിൽ പറയാനായിട്ട് ആരെങ്കിലും തയ്യാറുണ്ടോ? ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്നതിനെ പറ്റി ഒരു തുറന്ന ചർച്ച നടത്താനായിട്ട് ഇടതുപക്ഷത്തു നിന്ന് ആരാണ് തയ്യാറാകുന്നത്? അതിപ്പോ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് പോകുന്നു, ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളെ പറ്റി മാത്രമല്ല പറയുന്നത്. നേരെ മറിച്ച് ഇവിടെയുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടോ? അതിനാരാണ് ഉത്തരവാദി? എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കടുംപിടുത്തം ഉണ്ടാകുന്നത്? ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിവിടെ കാണുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കലിംഗ സർവകലാശാലയിൽ നിന്ന് ഫേക്ക് ഡിഗ്രി എടുത്തുകൊണ്ട് വന്നിട്ട് അഡ്മിഷൻ നേടുന്ന ആൾക്കാരെയൊക്കെ തന്നെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലൊരു ചെക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എവിടെയാണ്? ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇതിലുള്ള എല്ലാവിധ പുഴുക്കുത്തുകളും ആ രീതിയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെല്ലാം ഒരു ഭാഗത്തിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് ഒരു വൈസ് ചാൻസലർ അവിടെ വരണം എന്ന് അവർക്ക് താല്പര്യമുണ്ട്. ഈ വൈസ് ചാൻസലറെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമിതിയുടെ ഘടന അത് ഏത് രീതിയിലത്തേക്കായിരിക്കണം, എത്ര നോമിനേഷൻസ് കൊടുക്കണം, എങ്ങനെയാണ് അത് തീരുമാനിക്കപ്പെടേണ്ടത്, പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ സർക്കാരിന് മെജോറിറ്റി കിട്ടുന്ന രീതിയിൽ സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനം എന്താണോ അതിന് ഗവർണറോ UGC ഒക്കെ എന്ത് തീരുമാനമെടുത്താലും അതിന് മുകളിലേക്ക് ഒരു സ്ഥാനം കിട്ടുന്ന രീതിയിലത്തേക്ക് ഈ നിയമങ്ങളെ മാറ്റി എഴുതുകയാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്ത് വിഷയമാണ്, ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്? ഇവിടെ ഏതെങ്കിലും ഒരു വിദേശ സർവകലാശാലയുമായിട്ട് സഹകരിച്ച് കോഴ്സുകൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടോ, വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സിൽ അവരെ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടോ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പുതിയ കോഴ്സുകൾ നൽകുന്നതിന്റെ പേരിലോ ഒന്നുമല്ല. ഇവിടെയുള്ള അടിപിടി കടിപിടി എന്ന് പറയുന്നത് എല്ലാം തന്നെ ആരാണ് VC, ഞാൻ പറയുന്ന ആൾ VC ആകണോ, നീ പറയുന്ന ആൾ VC ആകണോ, ഈ VC ഒപ്പിടുന്നത് ഞാൻ പറയുന്ന ആളിനെ അസിസ്റ്റന്റ് പ്രൊഫസർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലാത്ത ആളിനെ അസോസിയേറ്റ് പ്രൊഫസർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണോ? ഇതാണ് പ്രശ്നം. ഇതിൽ പലപ്പോഴും ഈ നമ്മൾ പറയുന്നത് പോലെ ഒരാളിന് വേണ്ടിയിട്ട് നമ്മളൊരു പരീക്ഷ നടത്തുന്നു. ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒന്നാമത് വരുന്ന ആള് ലിസ്റ്റ് ശീർഷാസനം ചെയ്തതിന് ശേഷം മറ്റുള്ള ആളിനെ തെരഞ്ഞെടുക്കുന്നു, അതിനെ ന്യായീകരിക്കുന്ന VC, ഇവരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ പല സർവകലാശാലകളിലും അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഒന്നാമത് വരുന്ന ആളിന് പരിഗണനയില്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട്.
ആ ഒന്നാമതിരിക്കുന്ന ആളിനെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്കാണ് പ്രിഫറൻസ്. ഞാൻ അല്ലാതെ ഇത് പ്രാക്ടിക്കലായിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ ബ്രെഡ് വാങ്ങുന്ന സമയത്താണ്. ബ്രെഡ് വാങ്ങുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അത് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഇരിക്കുന്നത് പലർക്കും വേണ്ട, അതിനെ എടുത്ത് മാറ്റിയതിന് ശേഷം അകത്തുള്ള ബ്രെഡ് എടുത്ത് കഴിക്കും എന്ന് പറയുന്നത് പോലെ ഈ ലിസ്റ്റിൽ ഒന്നാമത് വരുന്ന ആളിനെ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാർക്ക് പരിഗണന കൊടുക്കുന്ന കാര്യമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം കേവലം ഒരു ബ്രെഡ് പാക്കറ്റ് പൊളിക്കുന്ന രീതിയിലത്തേക്കുള്ള ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്ന ആൾക്കാർ, ആ വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളിവിടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മറ്റ് ഗുണപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യുന്നില്ല. കേരളത്തിന്റെ പൊതുരംഗത്തെ ക്രമസമാധാനം, ആ ക്രമസമാധാനം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഡിവൈഎഫ്ഐക്കാരില്ലാത്ത സ്ഥലത്ത് അവരിൽ നിന്ന് ക്രമസമാധാന ചുമതല ഏറ്റെടുത്ത് നടത്തുന്ന പോലീസുകാരെയാണ് പല സ്ഥലത്തും നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയുടെ യാത്ര നടക്കുന്ന സമയത്തൊക്കെ അതല്ലേ കണ്ടത്? അവരാണ് ഇതിന്റെ ഫ്രണ്ട് ലൈനിൽ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ആള് ചാടിക്കഴിഞ്ഞാൽ, അവിടെ നിന്ന് പതാക വീശിക്കഴിഞ്ഞാൽ, അല്ല കരിങ്കൊടി വീശിക്കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പ്രാഥമികമായിട്ടുള്ള ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എന്ന രീതിയിലത്തേക്കാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യത്തിനെ മുഖ്യമന്ത്രിയാണ് ന്യായീകരിക്കുന്നത്, അതിനൊരു ലൈസൻസ് കൊടുക്കുന്നത്. അപ്പൊ അതിനുശേഷം പിന്നീട് വളരെ വലിയ രീതിയിലുള്ള അക്രമം നടന്നു. ആ അക്രമത്തിന്റെ പരമകാഷ്ഠയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടെയുള്ള ആളെ തന്നെ പിടിച്ച് പൊട്ടിക്കുന്ന അവസ്ഥയായി. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് കൃത്യമായ രീതിയിലുള്ള ഒരു സംവിധാനമാണോ? അദ്ദേഹം പറഞ്ഞ കാര്യത്തിനെ നമുക്ക് എതിർക്കണമെങ്കിൽ നമുക്ക് എതിർക്കാം. പക്ഷെ എതിർക്കുന്നെങ്കിൽ നമ്മൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിലെ മെറിറ്റില്ലായ്മയെ ചൂണ്ടിക്കാട്ടണം. അത് വെച്ചുകൊണ്ട് പറയാനായിട്ട് ഇടതുപക്ഷത്ത് നിന്ന് ആര് തയ്യാറാകുന്നുണ്ട്? ഇപ്പൊ ഞാൻ ചോദിക്കാം, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ ഫൈനാൻസ് കമ്മീഷൻ കേരളത്തിന് നൽകാനുള്ളത് നൽകിയില്ല. നൽകാനുള്ളതാണ് നൽകുന്നത്. 15ാമത് ധനകാര്യ കമ്മീഷൻ കേരളത്തിന് എത്രയാണ് വിഹിതം കേന്ദ്ര പൂളിൽ നിന്ന് നൽകാനുള്ളത് എന്ന് ഉള്ളതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ചിട്ടാണ് അത് നൽകുന്നത്. നേരെ മറിച്ച് ഇവിടെ ആൾക്കാർ തുലനം ചെയ്യുന്ന ഏത് കണക്കാണെന്ന് ആലോചിച്ച് നോക്കൂ. ഉയർന്ന പെർസെന്റേജ് പറയുന്നത് 10ാം ധനകാര്യ കമ്മീഷന്റെ കണക്കാണ്. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ഇത്ര കിട്ടിയിരുന്ന പെർസെന്റേജ് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കിട്ടുന്നില്ല, അതുകൊണ്ട് അതാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത്, അത് തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? ഇതിനൊരു കൃത്യമായിട്ടുള്ള ഫോർമുലയുണ്ട്. നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തുമുള്ള വികസനത്തിന്റെ ഇൻഡെക്സ്, ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഫോർമുല ഇവിടെ കൃത്യമായിട്ട് വന്നതിന് ശേഷം ആ ഫോർമുലയിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ ശരിയാണ്. നേരെ മറിച്ച് അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ പൊതുകടത്തിനെ പറ്റി പറയുമ്പോൾ ഇത്തിരി പോകുന്ന കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന കടവും ആളോഹരി കടവും ഒക്കെ നമ്മൾ നോക്കിയതിനു ശേഷം കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഗുജറാത്തിലേത് വെച്ച് നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള ധനാഗമ മാർഗങ്ങൾ എന്തൊക്കെയാണ്, സർക്കാർ പുതുതായിട്ട് ടാക്സ് വഴി വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്, സർക്കാരിന്റെ തനത് വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഗുജറാത്തിൽ അങ്ങനെയല്ല സിറ്റുവേഷൻ. ഗുജറാത്തിൽ വ്യവസായ സൗഹൃദമാണ്, ഉത്തർപ്രദേശിൽ വ്യവസായ സൗഹൃദമാണ്, തെലങ്കാനയിൽ അങ്ങനെയാണ്. കേരളത്തിൽ അതല്ല. കേരളത്തിൽ നമ്മളിവിടെ പല പല സ്കീമുകൾ കൊണ്ടുവരുന്നു, നമ്മൾ പല പല പരിപാടികൾ നടത്തുന്നു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പല പല പദ്ധതികൾ നടത്തുന്നു. ഈ പദ്ധതികളെല്ലാം ഈ സമ്മേളനങ്ങൾ മാത്രമാണ്. ഈ സമ്മേളനങ്ങൾക്കപ്പുറത്തേക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എവിടെയാണ്? ഏതൊക്കെ വ്യവസായങ്ങളാണ് നമ്മൾ നടത്തിയത്? ഇപ്പൊ പലരും ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങാനാണെങ്കിൽ നമ്മളൊരു സർക്കാരിനെ ഇവിടെ തെരഞ്ഞെടുത്ത് ഇവിടെ നടപ്പാക്കേണ്ടത് കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെ വ്യവസായ സൗഹൃദമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടാവുക. വെറുതെ പേപ്പറിൽ ഇൻഡെക്സ് വന്നതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ പേപ്പറിൽ ഇൻഡെക്സ് വരുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പൊ കേരളം ഏറ്റവും താഴെ കിടക്കുന്ന കേരളം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോയിന്റ് നിലയിൽ മുന്നിലേക്ക് വരും. അപ്പൊ ആ സമയത്ത് നമ്മുടെ വ്യവസായ മന്ത്രി ഉൾപ്പെടെ ഇരുന്ന് പറയുന്നുണ്ട്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ ഞങ്ങളുടെ റാങ്ക് നോക്കൂ, ഞങ്ങൾ ഇതാ മുന്നിലേക്ക് വന്നു. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഏറ്റവും താഴെ കിടന്നുകൊണ്ടാണ്. നമ്മുടെ ഈ ICC ക്രിക്കറ്റ് റാങ്കിങ്ങിലൊക്കെ ഒരാൾ പെട്ടെന്ന് ജമ്പ് ചെയ്ത് മുന്നിലേക്ക് വരുന്നു, 35 സ്ഥാനം മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഏറ്റവും ബോട്ടം കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളിടത്തുനിന്ന് ഒരു മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞ എളുപ്പമാണ്. ഞാൻ പറഞ്ഞത്, ഇതിനെ ആക്ടിവിറ്റി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല. വലിയ പൊട്ടൻഷ്യലുള്ള മേഖലകൾ, ടൂറിസം പോലെയുള്ള മേഖലകളിൽ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുന്ന ആൾക്കാർ, ഗവർണറെ വിമർശിക്കുന്ന ആൾക്കാർ പോയിന്റ് വെച്ചുകൊണ്ട് ഇന്ന കാരണം കൊണ്ട് ഗവർണർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നത് അംഗീകരിക്കാം. നേരെ മറിച്ച് രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ സോറി, അത് കേൾക്കാനായിട്ട് എല്ലാ ആൾക്കാർക്കും താല്പര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല.